ഹലോ, എല്ലാവർക്കും കേസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മേക്കിങ്ങും ഡിസൈനിങ്ങും ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെക്കാം. പഞ്ചസാര പൊടിക്കുമ്പോൾ ചൂടാവുകയാണെങ്കിൽ ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. ഇനി ആ കപ്പിലേക്ക് തന്നെ 1/4 കപ്പ് അളവ് കൊക്കോ പൗഡറും ബാക്കി മൈദയും വരുന്ന രീതിയിൽ ഒന്ന് നിറച്ചെടുക്കാം. ഒരുപാട് അങ്ങ് തിക്കി അങ്ങ് എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് എടുക്കുക, അതൊന്ന് വടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. 2-3 തവണയും നന്നായിട്ട് അരിച്ച് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. ഒട്ടും വെള്ളം ഒന്നും ഉണ്ടാവരുത്. അതിലേക്ക് 4 മുട്ടയാണ് ചേർക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവ് ഉപ്പ് ചേർക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി. ഒന്ന് പതഞ്ഞ് കിട്ടി കഴിയുമ്പം അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പഞ്ചസാര, പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ഒന്ന് ബീറ്റാക്കി ആദ്യം ലോയിൽ നിന്നും പിന്നെ ഹൈ സ്പീഡിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ബീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ കളർ, മഞ്ഞ കളറൊക്കെ ഒന്ന് മാറി നല്ല വെള്ള കളറായിട്ട് വരും. ഇതിൻ്റെ ഇരട്ടി ക്വാണ്ടിറ്റിയിൽ ഇതങ്ങ് പൊങ്ങി വരും. അതുപോലെ നല്ല പോലെ ഫ്ലഫി ആവുന്നിടം വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മൈദയുടെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്തുനിന്ന് ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓരോ തവണ ഇടുമ്പോഴും അങ്ങോട്ട് ഒരുപാട് അങ്ങ് ഇളക്കരുത്. ഒന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇത് എല്ലാം ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് ഒന്നൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ബീറ്റർ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്പാച്ചുല ഉപയോഗിച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് കുത്തിയൊന്നും ഇളക്കാൻ പാടില്ല. കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ആ ഫ്ലഫിനെസ് ഒന്നും പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ആകുകയും ചെയ്യണം. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. 7 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ റൗണ്ട് ഷേപ്പ് ആയാലും മതി. അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ടാണ്. അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ ഹോൾസൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി. അങ്ങനെ കൊട്ടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ബാക്കിയുള്ള ബബിൾസും കൂടെ പുറത്ത് പൊക്കോളും. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആക്കിയ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരുന്നു ഞാൻ ഇട്ട് വെച്ചിരുന്നത്. ഇത് ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ചെമ്പ് പാത്രം, അതിനകത്തൊരു പ്ലേറ്റും കൂടെ വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ ഇതിനെ അടച്ചു വെച്ച് 30 മിനിറ്റ് കൃത്യം മതി നമുക്കൊന്ന് ബേക്കാക്കി കിട്ടാൻ. 30 മിനിറ്റൊക്കെ ആകുമ്പോൾ നല്ല മണം വരും. അപ്പോൾ തുറന്ന് നോക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിന് 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് അതൊന്ന് ആറിയതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചുകൂടെ എടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ല് വന്നു. അപ്പോൾ ഞാൻ തുറന്ന് നോക്കി അതിലേക്ക് ഒരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ബേക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ഗനാഷ തയ്യാറാക്കി വെക്കാം. 1/2 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടും 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടിയാണ് എടുക്കുന്നത്. വിപ്പിംഗ് ക്രീം തണുത്തിരുന്നാലും കുഴപ്പമില്ല. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ അനുസരിച്ച് കുറച്ചേറെ ഞാൻ ഗനാഷ തയ്യാറാക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫില്ലിങ്ങിന് മാത്രമാണ് ഇത് ആവശ്യമെങ്കിൽ 1/4 കപ്പ് മാത്രം ഡാർക്ക് കോമ്പൗണ്ടും 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും മാത്രം എടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെച്ച് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിന് മുകളിലേക്ക് ഈ പാത്രം ഒന്ന് വെച്ച് കൊടുത്തിരുന്നാൽ മതി. ഇത് നല്ലപോലെ അങ്ങ് മെൽറ്റ് ആയിക്കോളും. ഇനി അത് നമുക്കൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കേക്ക്. ഇനി നമുക്ക് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കേക്കിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ഓരോ വശം ഒന്ന് വരഞ്ഞു കൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുത്തിരുന്നാൽ മതി.
ഇനി നമുക്ക് ക്രീം ഒന്ന് തയ്യാറാക്കാം. നന്നായിട്ട് തണുപ്പിച്ച് അരമണിക്കൂർ ഫ്രീസറിലൊക്കെ വെച്ചിരുന്നാൽ മതി. നമ്മുടെ പാത്രവും ബീറ്ററിൻ്റെ ബ്ലേഡും കൂടെ നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീമും കൂടിയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1.25 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണാൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് നമുക്ക് ലോ സ്പീഡിൽ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി പതിയെ അത് ഹൈ സ്പീഡിലേക്ക് മാറ്റി നല്ല സ്റ്റിഫാകുന്നിടം വരെ, അതായത് കമഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം ഒന്നും മറിഞ്ഞു പോകുകയില്ലാത്ത രീതിയിൽ ഒന്ന് സ്റ്റിഫാകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് അവസാനം അതൊന്ന് മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ബീറ്റർ ഓഫാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അതിൻ്റെ ബബിൾസൊക്കെ കുടുങ്ങാനായിട്ട് സാധ്യതയുണ്ട്. നമ്മളത് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വൃത്തികേടായിട്ട് നിൽക്കും. അപ്പോൾ സ്റ്റിഫ് പീക്കാകുകയും ചെയ്യണം. ആ രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ബോർഡ് എടുക്കണം. കേക്ക് ബോർഡ് നമ്മൾ എപ്പോഴും എടുക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്ന ഏത് വലിപ്പത്തിലാണോ അതിനേക്കാട്ടിലും കുറച്ചുകൂടെ വലിയ കേക്ക് ബോർഡ് തന്നെ എടുക്കണം. ഇതിപ്പോൾ 10 ഇഞ്ചിൻ്റെ സ്ക്വയർ കേക്ക് ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം കുറച്ച് മാത്രം ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആദ്യത്തെ ലെയർ ഒന്ന് വെക്കാം. നമ്മുടെ കേക്ക് മൂവ് ചെയ്ത് പോകാതിരിക്കാനായിട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇനി ആദ്യത്തെ ലെയറിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ച സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് അത്യാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം ഒരുപാടങ്ങ് വെള്ളം അങ്ങ് ചീറ്റി വെളിയിലോട്ട് വരല്ല. ആ രീതിയിലൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ നല്ല ആറാനായിട്ട് വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷി ഉണ്ടല്ലോ, അതും വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച്, ഞാനിവിടെ ഡാർക്ക് കോമ്പൗണ്ട് അല്ല, ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അതുകൂടെ കുറച്ചൊന്ന് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാം. ഇനി ഓരോ ലെയറും 3 ലെയർ അങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ എല്ലാം കൂടെ ചുറ്റും ഉള്ളത് വെളിയിലോട്ട് വന്ന് നിൽക്കുന്ന ആ ക്രീം എല്ലാം കൂടി ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്ത് ആദ്യം ഒന്ന് വെക്കണം. ക്രം കോട്ട് ചെയ്ത് അതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ കേക്ക് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം. ഇതൊരു റിയൂണിയൻ്റെ കേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ബുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ നിന്ന് കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് മുകൾ വശത്തെ മുൻവശത്തേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി എക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ആ ചെറിയൊരു കഷ്ണം ഭാഗം അതങ്ങോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്, കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കട്ടെ. കാരണം കുറച്ച് വശത്തെ ഇതിന് കേക്കിന് ക്രീം ഇല്ലല്ലോ, അതൊന്ന് ക്രീം ചെയ്ത് ഒന്ന് കൊടുക്കുകയാണ്. ഇനി ബാക്കി ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രീമിലേക്ക് ബാക്കി വന്ന ചോക്ലേറ്റ് ഗനാഷ ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. ഞാൻ കുറച്ച് വൈറ്റ് ക്രീം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും ഡെക്കറേഷൻ ആവശ്യമായിട്ട് വരുമെന്ന് കരുതിയിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും കൂടെ നന്നായിട്ട് ഈ കളറ് വരുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ബുക്ക് ആയതുകൊണ്ട് ബുക്കിൻ്റെ സൈഡ് വശം ഒന്ന് വളഞ്ഞല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി കേക്കിൻ്റെ പുറംചട്ടയുടെ സൈഡ് ഭാഗം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അത് ചോക്ലേറ്റിൻ്റെ ഇച്ചിരി ഗനാശയും കൂടി മിച്ചം ഉണ്ടായിരുന്നത് ചേർത്ത് കുറച്ചുകൂടി ഒന്ന് ഡാർക്ക് ആക്കിയ ക്രീം ആക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് സൈഡ് വശത്തെ എല്ലാ വശത്തും കൂടെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ബുക്കിൻ്റെ കവറ് കുറച്ച് നമ്മൾ ഡിക്ഷണറി ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കവറ് എല്ലാം കുറച്ചൊന്ന് തള്ളിയല്ലേ നിൽക്കുക, ആ രീതിയിൽ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ പേജുകളൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ക്രീം എടുത്ത് മാറ്റി വെച്ച് ഇതിലേക്ക് ഒരു ബ്രഷ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കുകയാണ്. അതൊന്ന് മുക്കിയിട്ട് അത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും, അതായത് ഇതിൻ്റെ 3 സൈഡിലേക്കും വരഞ്ഞു കൊടുക്കണം. അങ്ങനെ വരഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ പേജുകളൊക്കെ ഇങ്ങനെ ഉള്ളതുപോലെ തോന്നും. അങ്ങനെ ഒരു ഫീൽ വരാൻ വേണ്ടി 3 വശത്തും തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, പഴയ ഒരു പുസ്തകത്തിൻ്റെ ബുക്കിൻ്റെ ഒക്കെ ഒരു ലെവലായിട്ടുണ്ടല്ലേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ 99 ഒരിക്കൽ കൂടി ഇതും കൂടി എഴുതി കൊടുക്കുകയാണ്. ഇനി കുറച്ച് റോസറ്റയുടെ ചെറിയ നോസിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സും കൂടെ വരച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ ബീഡ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമ്മുടെ ബുക്കിൻ്റെ ആ സൈഡ് വശത്ത് ഈ ഗോൾഡിൻ്റെ ഡസ്റ്റ് ഒരു തുള്ളി വെള്ളത്തിലേക്കൊന്ന് ചാലിച്ച് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒന്ന് പടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയല്ലേ, നമ്മുടെ സ്വർണവും ഒരു സ്വർണ്ണമാണ്, നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ അല്ലേ, അതിനൊരു പുതുമയായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ടെന്നുള്ള രീതിയിൽ ഉള്ള കുറച്ച് ഗോൾഡിൻ്റെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കേക്ക് കാണുമ്പോഴത്തേക്കും പഴയ കാലത്തേക്ക് ഒരു ഓർമ്മയൊക്കെ വരും. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് വശത്ത് ഞാൻ കുറച്ച് ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന് വെറുതെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതോടെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേക്ക് ഫൈനൽ ലുക്കും കഴിഞ്ഞ് നല്ല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായില്ലേ? ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.